നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണോ? ഡിഗ്രിക്ക് ശേഷം ഏത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഏത് കരിയർ എടുക്കണം എന്ന ഒരുപാട് കുട്ടികളുടെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സ്കിൽ സെറ്റ് മാനേജ്മെൻറ്റ് സ്കിൽ സെറ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഗ്രി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഒരു മാനേജ്മെൻറ്റ് സ്കിൽ സെറ്റിനാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ തന്നെ ട്രെയിനിങ് സെക്ഷൻ, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, പേറോൾ മാനേജ്മെൻറ്റ്, ഗ്ലോബൽ HR ഇതെല്ലാം അടങ്ങിയൊരു കോഴ്സാണ് HR വന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇതിൽ തന്നെ ഓപ്പൺ ഉണ്ട്. നമുക്കറിയാം HR എല്ലാ മേഖലയിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ IT ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഫീൽഡ് ആയിക്കോട്ടെ, ഇനി അതല്ല ബാങ്കിങ് ആയിക്കോട്ടെ, എല്ലാ ഫീൽഡിലും HR അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അത് പഠിച്ചതുകൊണ്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മേഖല മാത്രം വേണമെന്നൊന്നുമില്ല. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സ്കിൽ സെറ്റും കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിനകത്തെ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഈവൻ നിങ്ങൾക്ക് കരിയർ സ്വിച്ച് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ വേണ്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. സോ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു കരിയർ വേണം അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഫീൽഡിൽ വേണം തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ എന്ന ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഫീൽഡ് ഓഫ് ചോയ്സ് എങ്കിൽ ഡിപ്ലോമ ഇൻ HR മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് അഗെയിൻ ആ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കണം. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ട്രഡീഷണൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരു വേരിയസ് സർട്ടിഫിക്കറ്റ് അവൈലബിലിറ്റി നമുക്ക് ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇന്നും നമ്മൾ അവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ്സ് ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള അബ്രോഡ് പോകാനാണെങ്കിൽ എല്ലാ എംബസിയിലും അറ്റസ്റ്റേഷൻ പോസിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വാല്യൂവിന് കൂടെ തന്നെ നമ്മളുടെ നോളജും സ്കിൽ സെറ്റും കൂടെ ആവുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു ഇൻഡസ്ട്രിയിൽ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഹയർ പോസ്റ്റിലേക്ക് എത്തിപ്പെടാനും സാധിക്കും. സോ ഒരു മാനേജ്മെൻറ്റ് സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്.